വേനൽക്കാലം അതൊരു വികാരം തന്നെയല്ലേ. പണ്ട് സ്കൂൾ അടച്ചാൽ പിന്നെ എൻ്റെ വീട്ടുകാർക്ക് യാതൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാനും ദീപു ആദ്യമൊക്കെ കണ്ണി കണ്ട മരത്തിലും പാടത്തും തൊടിയിലും ഒക്കെ ആയിരിക്കും. അധികവും 3 മൂച്ചിപ്പുറത്തായിരിക്കും ഉണ്ടാവുക. മാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. മാങ്ങ കൊതിയന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. മാങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ അടി വരെ കൂടുമായിരുന്നു. ഇന്നിപ്പോൾ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം മാങ്ങ പറിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്ന്. രസമായിരുന്നു ആ സമയം. ലക്കും ലഗാനും ഇല്ലാണ്ട് തേരാ പാര ഞങ്ങൾക്ക് തോന്നിയ പോലെ നടക്കുക, കുറേ വികൃതി കാണിക്കുക, തുമ്പീനെ പിടിക്കുക, അപ്പനാടി കൊണ്ട് കളിക്കുക, പിന്നെന്താ പൊന്നാമേനെ പിടിക്കുക, വെള്ളത്തിൽ തോട്ടിലൊക്കെ പോയി ഇറങ്ങുക, മണ്ണിൽ കളിക്കുക. അയ്യോ രസമായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല, 3 പേർക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാട് ചുറ്റൽ തന്നെയായിരുന്നു. മഴയത്ത് കൂടെ ഒക്കെ പോയിട്ട് എന്തോ ഒരു അടി വാങ്ങിച്ചിട്ടുണ്ടെന്നറിയോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളോടൊരു കഥ പോലെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വയസ്സായ പോലെ തോന്നുന്നു. സാധാരണ എനിക്ക് അങ്ങനെ തോന്നാറില്ല. എപ്പോഴും ഞാൻ ആ ഒരു 10ാം ക്ലാസ്സിൽ നിൽക്കണ പോലെ തോന്നാറ്. പക്ഷെ ദിസ് ഹിറ്റ്സ് ഡിഫറെൻറ്റ് കേട്ടോ. അങ്ങനെ പറിച്ചെടുത്ത മാങ്ങ മുഴുവൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ച് ആ ഓർമ്മ ഒന്നുകൂടി അങ്ങോട്ട് പുതുക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. നല്ല മധുരമുണ്ട്. സൂപ്പർ.